ഓടിക്കുന്ന വണ്ടിയില്ലേ, 1 ലക്ഷം രൂപയുടെ വണ്ടി കേട്ടോ. ഇനിയും സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ. അതായത് ഈ കോടങ്ങനെ മൂടി നിൽക്കുകയാണ്. സമയം ഇപ്പോൾ രാവിലെ 6 മണി കേട്ടോ. നവംബർ മാസം തുടങ്ങിയതിൻ്റെ നേർത്ത രീതിയിലുള്ള മഞ്ഞൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് റൈഡ് പോകുന്നത് പാലക്കാട് തന്നെയാണ്. അതായത് നമ്മൾ കുട്ടനാടൊക്കെ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടനാട് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ 2 സൈഡും കായലും നടുവിലൂടെയുള്ള റോഡൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ പാലക്കാടാകുമ്പോൾ 2 സൈഡ് പാടം, നടുവിലൂടെയുള്ള ഒരു റോഡൊക്കെ ഉള്ള നല്ലൊരു ഗ്രാമവീഥി, അത് ഗ്രാമവഴികൾ, അതിലൂടെയുള്ള ഒരു നല്ലൊരു മോർണിംഗ് റൈഡാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ട്, പ്രവീൺ കൂടെ ഉണ്ട്. പ്രവീൺ വന്നിട്ട് വേണം നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ. അതുപോലെ തന്നെ അവിടെ മണ്ണാർക്കാട് പെഡലേഴ്സിൻ്റെ എല്ലാവരും ഇന്നുണ്ടാവും. അത് ഞങ്ങളുടെ സൺഡേ ഫണ്ടേ എന്നൊരു സെഗ്മെൻറ്റ് എല്ലാ ഞായറാഴ്ചകളിലും ഓരോ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ സൈക്കിളിസ്റ്റുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാനൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ട ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തന്നെ. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആട്ടോ. പ്രവീൺ വന്ന ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പോകുന്ന നല്ല ഗ്രാമവഴികളാട്ടോ, ചെറിയ വഴികൾ, അത് കൂടെ ഞാൻ പോയിട്ടുണ്ട്. ആ വഴികളൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ലൊരു പ്രഭാതം ആസ്വദിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഹെൽമെറ്റ് മേടിക്കണം കേട്ടോ. പോവാം. പോകുന്ന വഴി കണ്ടപ്പോൾ ഞാൻ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. പോലെ ഇന്ന് ഞാൻ പ്രവീണിൻ്റെ നിർബന്ധത്തിൽ ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ഒരു നഷ്ടമില്ല കേട്ടോ. കണ്ടോ സ്ഥലം കണ്ടോ. പ്രവീണ് നിർബന്ധിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവീണ് വണ്ടി എടുത്തിട്ട് എത്രയും ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ വണ്ടി എടുത്തിട്ട്. വണ്ടി ഇതാണ് മൈ ബൈക്ക്, സിംഗിൾ ഗിയറാണ്. പക്ഷേ സാധനം വരണ ലുക്കാട്ടോ. നമ്മളൊരു റിവ്യൂ ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് വീക്കെങ്കിലും ചെയ്യണം. നമ്മളെപ്പോഴും വരാനുള്ള ഒരു ബണ്ട് കേട്ടോ അത്. ഈ ബണ്ടിൻ്റെ ഒരു സൈഡിൽ കണ്ടോ ചെറിയൊരു കൊട്ട വെച്ച് കണ്ടോ. അതൊരു ഫിഷ് ട്രാപ്പാണ്. അത് മീൻ താഴ്ന്ന് മേലേക്ക് ചാടാൻ നോക്കുമ്പോൾ അതിൽ വന്ന് വീഴും. അവസാനം മേലേക്ക് വെക്കും. അതില്ലേ, അവസാനം മേലേക്ക് വെച്ചിട്ട് അതിലേക്ക് മീൻ വന്ന് ചാടും. ചിലപ്പോൾ ഇപ്പം തന്നെ അതിൽ ചിലപ്പോൾ മീൻ ഉണ്ടാവും കേട്ടോ. ഇറങ്ങി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ രാവിലെ തന്നെ അത് വെച്ച ആൾ വന്നിട്ട് എടുക്കുകയും ചെയ്യും. ഇതില്ലേ, ഇത് നാട്ടിലെ ചെറിയൊരു തിയേറ്ററായിരുന്നു കേട്ടോ. തിയേറ്ററുകളൊക്കെ ഓഡിറ്റോറിയം ആവുന്ന സമയത്ത് ഇവർ പണി തുടങ്ങിയതാണ്. ഒരു യമണ്ടൻ ഓഡിറ്റോറിയം വരുന്നത്. ചെറിയൊരു ഓല തിയേറ്ററായിരുന്നു സംഭവം ആദ്യം.
അൺബോക്സ് ചെയ്യണ്ടാ. ഇനിയും സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ. അതായത് ഈ കോട ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഏകദേശം നമ്മൾ വല്ല മൂന്നാറോ തേക്കടിയോ പോലത്തെ ഒരു ഫീലാണ്. ഇന്ന് നവംബർ 1 കേരളപ്പിറവി തന്നെയല്ലേ പ്രവീണ? അതെ അതെ. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രഭാത ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, മോർണിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒരു നല്ലൊരു സമയമാണ്. ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ ആ 3 മാസം അടുപ്പിച്ച് മോർണിംഗ് റൈഡ് പോയാളാണ്. പിന്നെ ഈ ഒരു നാച്ചുറലിൻ്റെ ആ ഒരു ലെവലും അതുപോലെ തന്നെ ഒരു സൂര്യൻ ഉദിക്കുന്ന, അപ്പോൾ ഇതൊരു സൂര്യൻ വന്നിട്ടില്ല, സൂര്യൻ ഉദിക്കുന്ന ആ ലെവലൊക്കെ കാണാനുള്ള ഏറ്റവും വലിയ യോഗ്യത ആയിരിക്കുന്ന അറിയുമോ? മീൻ കച്ചവടക്കാരും അതുപോലെ ഈ മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ജോലിയാണെങ്കിലും മോർണിംഗ് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ളവരൊക്കെ രാവിലെ ഒരു 8 മണിക്ക് എണീച്ച് നേരെ 9-9:30 മണിക്ക് ഓഫീസിൽ പോകാമെന്നല്ലാതെ ഒടുക്കത്തെ ഫീൽ കേട്ടോ. അതുപോലെ തന്നെ നോക്ക്, അവിടെ ഒരു വീടുണ്ടോ? ആ വീടൊക്കെ എന്തൊരു രസമായിരിക്കും നോക്ക്. ആ വീട് നമുക്ക് ക്യാമറയിൽ ആ വീട് കാണില്ല കേട്ടോ. മോർണിംഗിലുള്ള വ്യൂ അടിപൊളിയായിരിക്കും. അതായത് ആ വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് രാവിലെ ഇരുന്നാൽ തന്നെ അവർക്ക് നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് കിട്ടിയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. പിന്നെ നമ്മൾ ഈ നെൽവയൽ ഇതൊക്കെ കാണിച്ചപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ. പൊളി വ്യൂ കേട്ടോ. നമ്മളെ സ്ഥലം ഇനി എത്തിയിട്ടില്ല കേട്ടോ. സ്ഥലത്തേക്ക് ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ പോകാണ്ട്. പോവാം. സൂര്യൻ ഉദിച്ചു കേട്ടോ. കോട ഏകദേശമൊക്കെ മാറി വന്നിട്ട് സമയം ഇപ്പം എത്രയാടാ പറയണേ? സമയം ഇപ്പോൾ 8 ഇല്ലല്ല 7:30 7:30 മണി കേട്ടോ സൂര്യനെ കണ്ടപ്പോൾ തന്നെ. ഈ മഞ്ഞുതുള്ളികൾ തന്നെ ഉണ്ടോ, എന്താ രസം അതിൻ്റെ. അതാ ആ നെൽക്കതിരിൽ മഞ്ഞുതുള്ളി ഇങ്ങനെ കുത്തുകുത്തായി നിൽക്കണ കാണാൻ അടിപൊളി കേട്ടോ. ഞാൻ പറഞ്ഞു ആദ്യം, പിന്നെ ദൂരമാണോ? ആ ആ ആ ശരി ചേച്ചി. ആ ആ അടുത്ത നമ്മള് ആനേനെയാണ് കാണാൻ പോകുന്നത്. ആനയെന്ന് ഇവിടെ ഒരു ആനുള്ളൊരു വീടുണ്ട് കേട്ടോ. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ പാരിസിലൊക്കെ എടുത്ത ഒരു ആനയാണ്. അത് നമ്മൾ ഈ ഷോപ്പ് ഉദ്ഘാടനത്തിനും സംഭവത്തിനൊക്കെ കൊടുക്കുന്ന ഒരു വീട്. അവിടെ പോയി കയറ്റം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പ്ലാസ്റ്റർ പാരിസ് കിട്ടിയ ആന കേട്ടോ. കാണാൻ പറ്റുമോ നോക്കാം. പടാ ഇതാണ് സംഭവം കേട്ടോ. ആന ആന ഉത്സവങ്ങൾക്കും മറ്റൊക്കെ റെൻ്റ് കൊടുക്കുന്ന സെറ്റപ്പാണ്. കുറച്ച് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ മേടിക്കണമായിരിക്കും. ഏയ് കോട്ടല്ലേ സംഭവം കിട്ടും കേട്ടോ. എൻ്റെ അമ്മോ. ആ പെട്ടെന്ന് കാണുമ്പോൾ അല്ലേ ഓ രാത്രിയൊക്കെ കണ്ടാൽ പേടിച്ചു പോട്ടോ. അത് പിന്നെ തലയെടുപ്പിൻ്റെ രാജാവാണത്. ഉണ്ട് പക്ഷെ ഏകദേശം ഉദ്ഘാടനമല്ല, ഉത്സവം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സംഭവം. ആനക്ക് പേരില്ല അല്ലേ? ഏകദേശം ഒരു പാമ്പാടി രാജൻ്റെ ലുക്ക് ഉണ്ട്. പക്ഷേ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 1.5 വർഷമായിട്ട് ഇത് ഇവിടുന്ന് എടുത്തിട്ടുണ്ടാവില്ല സാധനം.
ഭയങ്കര കഷ്ടം കേട്ടോ. ഏകദേശം നല്ലൊരു ഇന്നോവേറ്റീവായ ഒരു ബിസിനസ്സാണ്. നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടോ? നമ്പറൊക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. ഇതിലൊക്കെ ഫുള്ള് പുല്ലൊക്കെ വന്നു പോയി. ഇനി ഇത് ശരിക്ക് പ്ലാസ്റ്റർ പാരീസും കാര്യങ്ങളും ഇട്ട് ഒന്നുകൂടി ശരിയാക്കി എടുക്കേണ്ടി വരും. ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഉത്സവങ്ങളും നമ്മൾ പഴയ രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ അല്ലേ. ശരിക്കും ചെറിയ ചെറിയ പൂരങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഡമ്മി കൊണ്ടുവരും നല്ലത് അല്ലേ. ഇടയില്ല, പേടി വേണ്ട. പക്ഷെ അത് നമ്മളെ വിശ്വാസങ്ങൾക്കൊക്കെ ഒരു എതിരല്ലേ. സംഭവം ഇടുക്കി കേട്ടോ. ഞങ്ങൾ ശരിക്ക് വരുന്ന വഴിയിലൂടെ അല്ല, നമ്മൾ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, സാധാ വഴിയിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് പോകാറ്. അങ്ങനെ പോന്നപ്പോൾ കണ്ടതാണ്. പിന്നെ അവിടെ നിന്നൊരു ചേച്ചി പറയണ്ടായി കേട്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുണ്ടായി ഇങ്ങനെ ഒരു ആന ഉണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തു. പ്രവീണ മെല്ലെ പോടാ, മെല്ലെ പോയതേ. നല്ല റോഡ് കിട്ടി, പക്ഷേ എൻ്റെ സൈക്കിളിന് ബ്രേക്ക് കുറച്ച് കുറവ്. അതുപോലെ തന്നെ പ്രവീണിൻ്റെ സൈക്കിൾ എടുത്തിട്ട് ഒരു 5 ദിവസമായുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ബോക്സായിട്ട് അവർ കൊറിയർ അയച്ചതാണ് ഡെക്കാത്ലോണിന്. നമ്മൾ അസംബിൾ ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഹാൻഡിൽ ചെറിയ പ്രശ്നമുണ്ട്. പാലക്കാട് ചെർപ്പശ്ശേരി റോഡാട്ടോ നമ്മുടെ ബോർഡൊക്കെ. ചെർപ്പശ്ശേരി പെരുന്നമണ്ണ അമ്പലപ്പാറ. പ്രവീണിന് പുതുക്കാവുകൊണ്ടും നല്ല റോഡ് കണ്ടപ്പോൾ നല്ല സ്പീഡ് പോകാനുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്തത് ശരിയായിട്ടില്ല. നമ്മളെ മണ്ണാർക്കാട് ബ്രദേഴ്സുള്ള കേട്ടോ, അവരാ സ്ഥലം കഴിഞ്ഞ് വന്നോ? അത് ഇവിടെയാടാ പ്രവീടെ, ഇതിലാണല്ലേ നമുക്ക് അല്ലേ? അതന്നെ കേട്ടോ, അതുണ്ട് പക്ഷെ നമ്മൾ സാധിക ആദ്യമായിട്ട് അങ്ങോട്ട് വരണേ? ഞാനും ആദ്യമായിട്ടാ. നമ്മളാ ഫോട്ടോ കണ്ടിട്ടാണ് വരുന്നത്. സാധിക്കിനെ ഓർമ്മ ഉണ്ടോ? നമ്മളുടെ സൈക്ലിംഗ് ബെനിഫിറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലേ, അതിലെ ആളാണ്. എങ്ങനെ ഉള്ള ഭയങ്കര ഇറക്കം, എനിക്ക് പ്രശ്നമുണ്ട്, ബ്രേക്കിന് ചെറിയ പ്രശ്നമുണ്ട്, ഉരുട്ടണം. ആടോ നടക്കൂല. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആളാട്ടോ, 105 കിലോ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എത്ര സാധിക്കേ? 82 കിലോ. നല്ലൊരു മാറ്റം കേട്ടോ സൈക്ലിങ്ങിൽ സാധിക്ക് ഉണ്ടാക്കിയത്. സാധാരണ വലിയ കുന്നൊക്കെ വന്നാലാണ് സൈക്കിളുകൾ താഴ്ക്കേ, കുന്ന് വന്നാലാണ് ഉരുട്ടേണ്ടി വരുന്നത്, ഇറക്കം ഉരുട്ടേണ്ട കാര്യമാണ്. നമ്മളെ ഈ സൈക്കിളിൻ്റെ ബ്രേക്ക് പാഡ് നമ്മളെ നാട്ടിലത്തെ ഷോപ്പിൽ കിട്ടാനില്ല. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്ത് പോയിട്ട് മേടിച്ചിട്ടില്ല. എല്ലാവരും ദൂരെ എത്തിയല്ലോ. ഓ സംഭവം ഇതാണ് കേട്ടോ. അയ്യോ പാലക്കാട് പോലെ, പാലക്കാട്, ഇത് പാലക്കാടല്ല കേട്ടോ, പാലക്കാട് നിന്ന് ഒരു 20 കിലോമീറ്റർ പുറത്താണ്. ഇത്രയും നെൽപ്പാടം പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് പോലും ഇല്ലാതെ തോന്നുന്നു. അടിപൊളി. നമ്മളെ സ്ഥലം കേട്ടോ, ഫോട്ടോയിൽ കണ്ടു പറഞ്ഞ സ്ഥലം. കോടയൊന്നും ശരിക്കും 8 മണിയായിട്ടും കോട വിട്ട് പോയിട്ടില്ല. എന്താ പറയാൻ ശരിക്കും വാക്കുകളില്ല കേട്ടോ. അവിടെ കുറേ ആ ഭാഗത്തുകൂടെ റോഡുണ്ട്,
ഒരു 360 ഡിഗ്രി തന്നെ നെൽപ്പാടം. ഇതൊക്കെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും പാടങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നല്ല. ഓ എങ്ങോട്ട് പ്രവീണേ? കേരളപ്പിറവി ഈ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. കേരളപ്പിറവി പൊളിച്ചു കേട്ടോ. ഇന്ന് November 1 ഈ വീഡിയോ എടുക്കുന്ന ദിവസം November 1. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? അടിപൊളി വ്യൂ. ആഹാ. നെൽകൃഷിക്ക് പന്നി വരില്ലേ? ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടോ, കിലോമീറ്ററുകൾ അങ്ങോട്ടുണ്ട് കേട്ടോ. അത് നല്ല രസം, ഒരേ ലൈനിൽ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുണ്ടോ റോഡും കുളം അറിയണില്ല കേട്ടോ. വണ്ടിയൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ റോഡിനോട് ചേർന്നിട്ട് കുളം. പിന്നെ അതേപോലെ തന്നെ ആ പോസ്റ്റ് നേരെ അങ്ങോട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയില്ലേ, 1 ലക്ഷം രൂപയുടെ വണ്ടി കേട്ടോ. ഭയങ്കര എന്തതിന് പറയാം, ഒരു കംഫേർട്ട് ഹെവിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെഡല് ജസ്റ്റ് ചവിട്ടി കൊടുത്താൽ മതി, സാധനം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ സൈക്കിള്. ഇങ്ങനത്തെ സൈക്കിളിലൊന്നും സ്റ്റാൻഡും ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അറിയാത്ത ആളുകൾക്ക് ഞാൻ പറയുകയാണ്, ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. 1 ലക്ഷം ഉറുപ്പികളുടെ മുതലുണ്ടോ എന്നുള്ളത്. ബെർഗമൗണ്ട് ഗ്രാൻഡ്യൂറൻസ്, അതായത് റോഡ് ബൈക്കും അല്ല, MT ഓൾ ടെറൈൻ കേട്ടോ. എവിടെ വേണമെങ്കിലും പോകാന്നുള്ള. നമ്മൾ റോഡ് ബൈക്ക് കൊണ്ട് നല്ല റോഡ് കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. ഹൈഡ്രോളിക് ബ്രേക്ക് വരുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കും. പിന്നെ ഏത് ടെറയിലും പോവാം. എത്ര കട്ട് റോഡാണെങ്കിലും ഇത് പ്രശ്നമല്ല. റോഡ് ബൈക്ക് ആണെങ്കിൽ നമ്മൾ നല്ല റോഡ്, MTB ആണെങ്കിൽ മൗണ്ടൻ ടെറൈന്, പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ നോർമൽ. പക്ഷെ അതൊന്നും അല്ലാത്ത വണ്ടി. ഇതിൻ്റെ ഗിയർ കണ്ടോ? അതൊന്ന് കണ്ടിക്കടാ, അല്ലെങ്കിൽ സൈക്കിളൊന്നും കൂടി. ടയാഗ്ര ഷിമാനോൻ്റെ, അതുപോലെ ക്രാങ്കും പെഡലും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ പറയും ഇതിന് ബുള്ളറ്റ് കിട്ടില്ലെന്ന് പറയട്ടോ. അത് അത്ര ആളുകളുണ്ട്. അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്താൽ മതി അല്ലേ? ഫോട്ടോ അട്ടപ്പാടി മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊക്കി അടിച്ചു വിടൂലേ, തൃശ്ശൂർ കൊല്ലാത്തുള്ളവരൊക്കെ. ഞാൻ അതാട്ടോ നേരത്തെ പറഞ്ഞ, നമ്മൾ കുട്ടനാടൊക്കെ ആണെങ്കിൽ 2 സൈഡ് കായലും നടുവിലൂടെ റോഡ് വരും കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സൈഡ് പാടം, അതുപോലെ നടുവിൽ നല്ലൊരു റോഡ്. പിന്നെ ഇത് കണ്ടോ, റോഡിനോട് ചേർന്നിട്ടോ. റോഡ് തന്നെ, റോഡും കുളം ഒരേപോലെ തന്നെ. ആരും കുളിക്കണ്ടോ? മുണ്ടിൻ്റെ അടുത്ത് ചാടായിരുന്നു അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ, നമ്മൾ 1 ലക്ഷം രൂപയുടെ വണ്ടി ഉണ്ടോ, സ്റ്റാൻഡില്ല പറഞ്ഞല്ലേ, അതൊക്കെ എവിടെയെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടണം കേട്ടോ.
ഈ പോസ്റ്റ് എത്ര ദൂരം ഉണ്ട് സാക്കെ? ഇതൊരു 3-4 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഉണ്ടോ? 3 അല്ലടാ. ഇതേപോലത്തെ റോഡാട്ടോ. അപ്പുറത്ത് വണ്ടികൾ പോണത് കാണൂല, ക്യാമറയിൽ കാണൂല. പക്ഷെ ഒരു 3 കിലോമീറ്റർ അങ്ങോട്ടുണ്ടാവും ഈ പോസ്റ്റ്, ഈ ഇലക്ട്രിക് പോസ്റ്റ് നേരെ അങ്ങോട്ട്. പക്ഷെ അതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ടാവും ഒരു 3 കിലോമീറ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 കിലോമീറ്റർ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഏരിയ അല്ലേ, അത്രയും ഏരിയ നെൽകൃഷിയാണോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 360 ഡിഗ്രി കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും ഫുള്ള് നെൽപ്പാടാട്ടോ, ഭയങ്കര ഹരിത ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ പ്രവീണെ? ഇന്നത്തെ മോർണിംഗ് സൂപ്പറായിട്ടോ. അത് ഇന്നത്തെ ഒരു ഞായറാഴ്ച പ്രവീൺ പുതിയ സൈക്കിൾ മേടിച്ചുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഇന്ന് ഒന്നും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ട ആളാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.